നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ സ്ത്രീകൾക്കായി സ്ത്രീകളുടെ യാത്രാ സൗകര്യത്തിനായി ചെയ്തു കൊടുത്ത ഒരു വലിയ സൗകര്യമാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ സംവിധാനം. ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. UDF സർക്കാരിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിട്ടുള്ള ഈ പ്രിയദർശിനി പദ്ധതി 2026 ജൂൺ 15 സംസ്ഥാനത്ത് ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത്, നടപ്പിലാക്കിയത്. KSRTC ഓർഡിനറി ബസ്സുകൾ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർക്കും അതുപോലെ വരുമാന പരിധി ഇല്ലാതെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ അവസരമൊരുക്കുന്ന ഈ ഒരു പദ്ധതി കേരളത്തിൽ ഇതുവരെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ ഒരു അസാധാരണമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സൗകര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. സ്ത്രീകളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയൊക്കെ ഒരു പുതിയൊരു ദിശാബോധം നൽകാൻ, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യമിട്ടാണ് ഭരണകൂടം നടപ്പിലാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മളൊരു തമാശ പറയും, പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ തിന്നോട്ടെ എന്ന് കരുതിയപ്പോ ചാക്കുംപടി വേണം എന്ന്. അതങ്ങനെയാണ് മലയാളികളുടെ ചിലരുടെ സ്വഭാവം. എന്തെങ്കിലും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആവശ്യത്തിന് കിട്ടിയാൽ പോരാ, ആവശ്യവും കഴിഞ്ഞ് അത് കളയാനും വലിച്ചെറിയാനും കൂടിയുള്ള മുതൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് മലയാളികൾക്ക് ഇത്തരം ജനക്ഷേമ പദ്ധതികൾ വെറുമൊരു തമാശയാണ്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ള അവസരമോ ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. സത്യത്തിൽ ഇതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. തങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ അർഹിക്കുന്ന ആദരവോടെയും മാന്യതയോടെയും പൊതുബോധത്തോടെയും ഉപയോഗിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഒരു സൗജന്യ ബസ് സംവിധാനം കിട്ടിയതോടെ എങ്ങോട്ടും പോകാം എന്തിനും പോകാം എന്നാണ്. അതായത് ഇവിടെ ബസ് ടിക്കറ്റ് ഫ്രീ ആയപ്പോ മറുഭാഗത്ത് അതിലേറെ വലിയ ആഡംബരം, വലിയ ആർഭാടം ചെലവഴിക്കാൻ ജനം തയ്യാറാകുന്നു. സത്യത്തിൽ സർക്കാർ എന്താ ഇവിടെ പറഞ്ഞത്? ഒരു യാത്ര, അതിനുള്ള കുറച്ച് പണം അവർക്ക് ലാഭിക്കാൻ കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു 10-50 രൂപ ലാഭിക്കാൻ കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു സേവിങ്സ് ആകുമെന്നാണ്. പക്ഷെ ആ 50 രൂപ സേവിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 500 രൂപ ചെലവാക്കുന്ന രീതിയാണ് സത്യത്തിൽ ഇപ്പൊ കണ്ടുവരുന്നത്. സൗജന്യ നിരക്കിലുള്ള ബസ്സുകൾ ലഭ്യമായതോടെ ഭൂരിഭാഗം സ്ത്രീകളും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഒഴിവാക്കി. അതായത് ഈ ഒരു പ്രിയദർശിനി ബസ് ഉണ്ടെങ്കിൽ ആ റൂട്ടിലുള്ള സകല സ്വകാര്യ ബസ്സുകളെ, മറ്റ് ലോക്കൽ ബസ്സുകളല്ലാത്ത മറ്റ് KSRTC ബസ്സുകളെ ഒക്കെ ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കിയിട്ട് ഈ പരിധിയില്ലാതെയാണല്ലോ യാത്ര ചെയ്യുന്നത്. പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് അനാവശ്യ ഉപയോഗമാണ് നടത്തുന്നത്, ആവശ്യത്തിനല്ല. ഇതിലുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ജോലിക്കാര് ആരെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്, ആർക്കാണോ ഇത് ഉപകാരപ്പെടുന്നത്, അത്തരത്തിൽ ജോലിക്ക് പോകുന്നവരും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തേണ്ടവരും ഒക്കെ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്, വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ സൃഷ്ടിക്കുന്നത്. ഇതുവരെ അവർ സുഖമായി ടിക്കറ്റ് കൊടുത്തിട്ടാണെങ്കിൽ മര്യാദയ്ക്ക് യാത്ര ചെയ്തിരുന്നത്. ഈ പ്രിയദർശിനി യാത്രാ സൗകര്യം വന്നതിന് ശേഷം ഇത് വളരെ ദുരിതമായി മാറിയിട്ടുണ്ട്. ഒരു ബസ്സിൽ കൊള്ളാവുന്നതിലും അധികം ആൾക്കാർ ഇടിച്ചു കയറുക. ഒരു പ്രിയദർശിനി ബസ് പോകുമ്പോൾ അതിലൊരു 50 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ 80 പേര് കയറും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ബസ് അപകടത്തിൽപ്പെട്ടത്. 50 പേരെ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ അതേ കയറാൻ പാടുള്ളൂ. തൊട്ടടുത്ത ആൾക്കാർ അതിന് പിന്നാലെ പോകുന്ന ബസ്സിൽ പണം കൊടുത്ത് പോകണം, അതല്ലെങ്കിൽ അടുത്ത പ്രിയദർശിനി ബസ് കാത്തിക്കണം. ഇതെല്ലാം കൂടി ഒന്നിൽ ഇടിച്ചു കയറി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ദുരന്തങ്ങളും ദുരിതങ്ങൾക്കും ആരാണ് സമാധാനം പറയാ? എന്തെങ്കിലും പറ്റിയാൽ അവനവൻ തന്നെ അറിയണ്ടേ. ഇവിടെ തമിഴ്നാട്ടില് നമുക്കറിയാം, തമിഴ്നാട്ടില് ഇപ്പൊ സൗജന്യ യാത്രാ സൗകര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അത്തരം അനാവശ്യമായിട്ട് ദുരുപയോഗം കാണുന്നില്ല. ആവശ്യമില്ലാതെ ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിക്കാന്നുള്ള ശീലം മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ പലതവണ ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെയൊന്നും പക്ഷെ ഇത്തരത്തിലുള്ള ഒരു തോന്നിയാസം കണ്ടിട്ടില്ല. അത് ഇവിടെ ഉണ്ട്. അവരുടെ അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് അവർ മുൻഗണന നൽകിയിട്ട് വളരെ മിതത്തോടെ ഉത്തരവാദിത്തോടെയാണ് ആ സൗകര്യം അവർ ഉപയോഗിക്കുന്നത്. അതായത് ഒരു സൗകര്യം നമുക്ക് കിട്ടുമ്പോൾ ആ സൗകര്യം എല്ലാ കാലത്തേക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവർക്കറിയാം. അല്ലാതെ നമ്മൾ കിട്ടാവുന്നതെല്ലാം പരമാവധി ഊറ്റിയെടുത്തിട്ട് പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെ അവസാനം താറാവിനെ കൊന്നുകളയുന്ന ഒരു പരിപാടിയാണ് മലയാളികൾ ഇപ്പോൾ ചെയ്തു വെക്കുന്നത്. ഇപ്പോഴത്തെ ഈ പോക്കാണെന്നുണ്ടെങ്കിൽ പ്രിയദർശിനി അധികാലം നിൽക്കൂല. ഈ സമീപകാല വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലായി എന്നാണ്. KSRTC ഓർഡിനറി ബസ്സുകളൊക്കെ യാത്രക്കാർ കൂട്ടത്തോടെ ഇടിച്ചങ്ങോട്ട് കയറുകയാണ്. മൊത്തത്തിൽ കൊണ്ട് കയറിയതോടെ വരുമാനം കുത്തനെ കുറഞ്ഞ സ്വകാര്യ ബസ്സുകൾ പലതും സർവീസ് നിർത്തലാക്കേണ്ട അവസ്ഥയാണ്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകൾ ഇതിനകം തന്നെ ശക്തമായ പണിമുടക്കുകൾ പലതവണ നടത്തി കഴിഞ്ഞു. ഏകദേശം 500ഓളം സ്വകാര്യ ബസ്സുകൾ ഇതിനകം സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രതിവർഷം ഏകദേശം 700 മുതൽ 800 കോടി രൂപ വരെ അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇതിനകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCയും മറ്റ് പൊതുഗതാഗത സംവിധാനത്തിലുമൊക്കെ കനത്ത പ്രഹരമായിട്ടുണ്ട്. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കേരളത്തിൽ ഈ രീതിയിലുള്ള അനാവശ്യമായ യാത്രകൾ, ദുരുപയോഗങ്ങളൊക്കെ ഇനിയും തുടരുകയാണെന്നുണ്ടെങ്കിൽ
ഒരു സ്ത്രീക്ക് ഒരു ദിവസം ഇത്ര കിലോമീറ്റർ മാത്രമേ സൗജന്യ യാത്ര ചെയ്യാനാകൂ എന്നോ അല്ലെങ്കിൽ ഒരു ദിവസം നിശ്ചിത തവണ മാത്രമേ യാത്ര അനുവദിക്കൂ എന്നോ ഉള്ള ഒരു കർശനമായ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഏർപ്പെടുത്തേണ്ടി വരും സർക്കാരിന്. ഭാവിയിൽ ഒരുപക്ഷെ സർക്കാർ തന്നെ നിർബന്ധിതരായി തീരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ദുരുപയോഗമാണ്. ഒരു സൗകര്യം കിട്ടുമ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ തിന്നോട്ടെ എന്ന് കരുതി അങ്ങോട്ട് കൊടുത്തപ്പോൾ ചാക്ക് കണക്കിനുണ്ടെങ്കിലേ ഞങ്ങൾ തിന്നു എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നത് ഉള്ളതും കൂടി ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയാണ്. വി.ഡി. സതീശൻ സർക്കാർ ഇത്തരം വലിയൊരു ആനുകൂല്യവും സാമ്പത്തിക ബാധ്യതയുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാരം, സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സാമ്പത്തികമായി അവരെ സഹായിക്കാനും കൂടി വേണ്ടിയാണ്. അല്ലാതെ ലഭിക്കുന്ന സൗകര്യങ്ങൾ പരിധിയില്ലാതെ ദുരുപയോഗം ചെയ്തിട്ട് പൊതുമുതൽ നശിപ്പിക്കാനോ സർക്കാരിനെ സാമ്പത്തികമായി തകർത്ത് കുത്തുവാള എടുപ്പിക്കാനോ ഒന്നും അല്ല. അത് ഓരോ പൗരനും സ്വയം തിരിച്ചറിഞ്ഞ് പെരുമാറേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഇനി വരാൻ പോകുന്നത് ഇത്തരത്തിലൊരു സൗജന്യ യാത്ര അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് ഒരു സ്ത്രീ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി അല്ലെങ്കിൽ ഇത്ര യാത്ര ചെയ്താൽ മതി എന്ന് ആധാർ നമ്പറിന്റെ അവസാന നമ്പറും കൂടി അടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ തമ്പ് വെച്ചുകൊണ്ടോ ടിക്കറ്റ് കൊടുക്കുന്ന സംവിധാനം വരും. അതായത് ഈ നേരം വെളുക്കോളം വെള്ളം കോരിയിട്ട് നേരം വെളുക്കുമ്പോൾ കൊടോട്ടെടുക്കുന്ന പരിപാടി ഇവിടുത്തെ സ്ത്രീകൾ ചെയ്യരുത്. മറ്റ് സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കണം. അത്യാവശ്യത്തിന് ഇത് ഉപയോഗിച്ചോളൂ, പൈസ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ. അതായത് ഒരു സംവിധാനം നമുക്ക് കിട്ടുമ്പോൾ അതെക്കാലവും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ചാക്കമ്പടി വാങ്ങിയിട്ട് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. സൗജന്യമായിട്ട് കിട്ടുന്നു എന്ന് കരുതിയിട്ട് അത് ആ വിധത്തിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി നോക്കരുത്. Different angles. Don't forget to subscribe and support this channel.